സ്വന്തം മകനെ കൊന്നതാണെന്ന് ഉറപ്പിക്കാൻ ഇതിലും വലിയ കാര്യങ്ങളൊന്നും നടക്കണ്ടല്ലോ. അപ്പൊ ടാങ്കിലെ വെള്ളം കഴിഞ്ഞതായിരുന്നു പ്രശ്നം. എന്തായാലും 4 പേരുടെയും കുളി ഒപ്പം കഴിഞ്ഞു. നട അടച്ചിരിക്കുകയാണല്ലോ. ഇത്ര രാവിലെ ഇതാരാ? ഞെട്ടിയല്ലേ? എനിക്ക് തോന്നി ഞെട്ടുവെന്ന്. പക്ഷെ ഭാമാന്റി ഞെട്ടിയിട്ടില്ല. കുറെ കാലം നീ പറയുന്നത് കേട്ട് ഞെട്ടിയതല്ലേ? ആണല്ലോ, സമ്മതിച്ചല്ലോ. എന്നാ ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നതും അതുപോലെ പൊട്ടിക്കാൻ പറ്റുന്ന വീര്യം കൂടിയ ഒരു നാടൻ ബോംബും കൊണ്ടാ. രാമായണത്തിലെ സീത, അതായിരുന്നല്ലോ അവൾ ഇവിടെ കെട്ടി ഉയർത്തി വെച്ചിരുന്ന അവളുടെ ഇമേജ്. ആ ഇമേജ് വലിച്ചു കീറി ചവറ്റൂട്ടയിലിട്ടിട്ട് എവിടേക്കെങ്കിലും ഓടി ഒളിക്കാൻ പറയണം. അത്രയ്ക്കും തരം താഴ്ന്ന അവസ്ഥയില് അവളെ ഞാൻ നേരിട്ട് കണ്ടിട്ടാ ഇപ്പൊ ഇവിടെ ഭാമാന്റിയുടെ മുന്നിൽ ഞാൻ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. അറിഞ്ഞിടത്തോളം മതി. ഇതിൽ കൂടുതൽ താങ്ങാനുള്ള ത്രാണി എനിക്കില്ല. എനിക്കിനി ഒന്നും കേൾക്കണ്ട. നീ ഇപ്പൊ പോ. അറിയണം ഭാമാന്റി, കേൾക്കേണ്ടത് കേൾക്കുകയും അറിയേണ്ടത് അറിയുകയും ചെയ്യണം. സ്വയം വഞ്ചിക്കപ്പെട്ടിങ്ങനെ ജീവിക്കുന്നതിൽ എന്തർത്ഥമാ ഉള്ളത്? അതിലും ഭേദം മകന്റെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് പോകുന്നതല്ലേ. ആദിത്യ മര്യാദ സത്യാമ്മ കാണിച്ചില്ലെങ്കിലും എനിക്കിവിടെ ഇരിക്കാൻ അനുവാദം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? ആ പൊന്നി, ഒരു കപ്പ് ചായ കിട്ടിയാൽ നന്നായിരുന്നു. ഭാമാന്റിയെ നോക്കണ്ട, പോയി എടുത്തോണ്ട് വാ. ആ ഇനി കാര്യത്തിലേക്ക് വരാം. ആ ഭാമാന്റി ഇവിടെ ഇരിക്കെ, ഇരുന്ന് കേട്ടാ നന്നായിരിക്കും. ഇരിക്കെന്റെ ഭാമാന്റി, ഇരിക്കെ. ആ പറയാനുള്ളത് അറപ്പോടും വെറുപ്പോടും കൂടി പറയാനുള്ളതാ. ഭർത്താവ് മരിച്ചു പുലകുളി അടിയന്തരത്തിന് മുൻപേ ഭാര്യ പുറംകാഴ്ചക്കിറങ്ങി എന്നൊരു നാടൻ പ്രയോഗം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അതേ അവസ്ഥയിലെത്തി സാക്ഷാൽ കളക്ടർ ശാലിനി വിഷ്ണു. ഇനി ഭാമാന്റി ആദ്യം ചെയ്യേണ്ടതേ ആ വിഷ്ണു എന്ന പേര് ആ നശൂലം പിടിച്ചവളുടെ പേരിൽ നിന്നെടുത്ത് മാറ്റുക വേണ്ടത്. മറ്റൊരുത്തന്റെ ഭാര്യയായി ജീവിക്കുന്നവൾ ഇനി എന്തിനാ ഭാമാന്റിയുടെ മകന്റെ പേരും പറഞ്ഞ് ജീവിക്കുന്നത്? സുസ്മിത ഇല്ലാത്തത് പറയരുത്. ശിവനും ശാലിനിയും തമ്മിൽ അങ്ങനെ അരുതാത്ത ഒരു ബന്ധവുമില്ല. ഞാൻ ഇവിടെ ഇറക്കി വിട്ടപ്പോ ശിവൻ അവൾക്കും കുഞ്ഞുങ്ങൾക്കും ഒരാശ്രയമായിട്ട് നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിലെ മറ്റൊരർത്ഥം കാണണമെന്നില്ല. എനിക്ക് ശാലിനിയേക്കാൾ കൂടുതൽ ശിവനെ നന്നായിട്ട് അറിയാം. അവന്റെ സ്വഭാവ ഗുണങ്ങളും എനിക്കറിയാം. ഭാമാന്റിക്ക് പുരാണങ്ങളൊക്കെ അറിയാവുന്നതല്ലേ? ഇതിലും വലിയ സ്വഭാവ ഗുണമുള്ളവനും സാത്വികനും ബ്രഹ്മചാരിയുമായിരുന്നു വിശ്വാമിത്ര മഹർഷി. ആ മഹർഷി വരെ മേനകയുടെ സാമീപ്യം കൊണ്ട് അടിപതറിയ കാര്യം അറിയാവുന്നതാണല്ലോ. അത്രയും സിദ്ധിയുള്ള വിശ്വാമിത്ര മഹർഷിക്ക് അടിപതറിയപ്പോഴാ വെറും ഒരു പേരിന്റെ ഗുണം മാത്രമുള്ളൊരു ശിവൻ. ഭാമാന്റി, ഒരു സംശയവും വേണ്ട, അവര് രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുന്നത്. എന്റെ കണ്ണുകൊണ്ട് കണ്ട കാഴ്ചയാ. ചേച്ചിയെപ്പറ്റി ഞാൻ ഇല്ലാ കഥ പറയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല,
എനിക്ക് വിശ്വാസമാ. വിഷ്ണുവേട്ടന്റെ ചിതയുടെ ചൂടാറും മുമ്പേ എന്റെ ചേച്ചി കൂട്ടായിട്ട് മറ്റൊരുത്തനെ കണ്ടുപിടിച്ചില്ലേ? ഹും, വല്ലാത്തൊരു അറപ്പും വെറുപ്പും എനിക്കിപ്പോ തോന്നുന്നേ. കൊള്ളാം. നിനക്ക് ബുദ്ധിയുണ്ട്, വിവേകവും. ഇനി തെളിവ് ദാ ഭാമാന്റെ കാണ. സ്വന്തം മകനെ കൊന്നതാണെന്ന് ഉറപ്പിക്കാൻ ഇതിലും വലിയ കാര്യങ്ങളൊന്നും നടക്കണ്ടല്ലോ. ഛേ, ഇപ്പൊ ഭാമാന്റിക്ക് വിശ്വാസമായല്ലോ. സുസ്മിതേ, ഭാമേ, ഇവിടെ ഇവിടെ കേട്ടിരുന്ന് പറഞ്ഞിട്ടുള്ളല്ലേ? മരുമകളുടെ അഴിഞ്ഞാട്ട കഥ പറയാൻ വന്നതാ ഇവള്. ശാലിനിയും പൊക്കിക്കൊണ്ട് തേനേ പാലേന്നും പറഞ്ഞ് നടക്കുമല്ലേ? കേൾക്കണമെങ്കിൽ കേട്ടോ. മകനെ മാത്രം സ്വപ്നം കണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവളിവിടുത്തെ ഡ്രൈവറുടെ ഒപ്പം നടക്കുന്നതിന്റെ നേരിട്ടുള്ള വിവരണം പറഞ്ഞു കൊടുക്കു സുസ്മിത. മരുമകളുടെ സ്വഭാവ മഹിമ. എന്തിനാ പറഞ്ഞു വിഷമിപ്പിക്കുന്നേ? ദാ മനസ്സ് നിറഞ്ഞ് കണ്ട് വിഷമിക്കട്ടെ. ഓഹോ, അത് ശരി. ഇതാന്നോടി നീ കണ്ടെത്തിയ മഹത്തായ കണ്ടുപിടുത്തം? എന്റെ മോനും മരുമോളും അവരുടെ മക്കൾ കൂടി ചേർന്നാന്നോടി നീ കണ്ടെത്തിയ പുതിയ അഭിഹിത കഥ? ഇനി നീ ഈ വീട്ടിനകത്ത് എത്തിക്കാനേ ഞാൻ സമ്മതിക്കത്തില്ല. ഇറങ്ങടി വെളിയില്. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അങ്കിള് എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. വിഷ്ണു ആണെന്നും പറഞ്ഞ് നീനൊന്നും പറയണ്ട. നിന്റെ കളത്തിലൊക്കെ എനിക്കറിയാം. ഇനി നിന്നെ എന്റെ കൺമുമ്പിൽ കണ്ടുപോരുത്. പൊക്കോ, ഇറങ്ങിപ്പോനെ പറഞ്ഞേ. അങ്കിൾ ഞാൻ പറയുന്നത് കണ്ടുപോരുത് നിന്നിവിടെ. ആ പൊക്കോണം. ആ ദേ, ഇനി ആ കള്ളി ഈ വീട്ടിൽ കയറ്റിയാലുണ്ടല്ലോ, രാഘവൻ നായർ ആരാന്നേ അവളും അറിയും, നീയും അറിയും.